കൊച്ചി സ്വദേശിയായ വ്യവസായിയിൽ നിന്ന് 25 കോടി രൂപ തട്ടിയെടുത്ത സംഭവം കേരളത്തിലെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പുകളിൽ ഒന്നാണ്. ഓൺലൈൻ ട്രേഡിംഗിൻ്റെ പേരിലാണ് മലയാളികൾ ഉൾപ്പെടുന്ന സംഘം വൻ തട്ടിപ്പ് നടത്തിയത്. കൊച്ചി സൈബർ പോലീസിൻ്റെ അന്വേഷണത്തിൽ കേസിലെ പ്രധാനികളെ കണ്ടെത്തി. കോഴിക്കോട് സ്വദേശികളായ 3 പേരെയും സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ മലയാളി യുവാക്കളാണ് ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതികളുടെ പക്കൽ നിന്ന് 100ഓളം പാസ്ബുക്കുകളും 40 മൊബൈൽ ഫോണുകളും 250 സിം കാർഡുകളും പിടിച്ചെടുത്തു. ക്യാപിറ്റൽ എക്സ് വെബ്സൈറ്റിലൂടെ ഷെയർ ട്രേഡിംഗ് നടത്തിയാൽ വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് കൊച്ചി സ്വദേശിയായ വ്യവസായിയിൽ നിന്ന് 25 കോടി തട്ടിയത്. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിലടക്കം പരിശോധന നടത്തിയിരുന്നു. കൊല്ലം സ്വദേശിയായ സുജിതയെ ആദ്യം അറസ്റ്റ് ചെയ്തു. തട്ടിയെടുത്ത പണത്തിൽ 4 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. പിന്നാലെ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കോഴിക്കോട് സ്വദേശികളായ റഹീസ്, അൻസാർ, അനീസ് റഹ്മാൻ എന്നിവരെ പിടികൂടിയത്. മൊബൈൽ ഫോണുകൾ, 200 സിം കാർഡുകൾ, 100ഓളം പാസ്ബുക്കുകൾ എന്നിവ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. തട്ടിപ്പ് തുക ഇവർ വിദേശത്തേക്ക് കടത്തിയതായാണ് വിവരം. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ വ്യക്തമാക്കി. പല സൈബർ കുറ്റകൃത്യത്തിൽ ഇവർ പങ്കുണ്ട് എന്നതാണ് മനസ്സിലായത്. മറ്റ് ഈ കേസിലേക്ക് വേണ്ടി ഈ കേസിൽ ഉൾപ്പെട്ട പല ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ഇവരാണ്. പല കമ്മ്യൂണിക്കേഷനുകൾ നടത്തിയത് ഇവർ കൈവശത്തുള്ള സിം കാർഡ് വഴിയാണ്. ബാക്കി സിം കാർഡുകൾ, ഫോണുകളുടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്വേഷണം നടത്തിയാൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന വിവരങ്ങൾ നമുക്ക് വ്യക്തമാവും. പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മട്ടാഞ്ചേരിയിൽ വെർച്വൽ അറസ്റ്റ് വഴി 2,88 ലക്ഷം രൂപ തട്ടിയ കേസിലും 2 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. കൊച്ചി.